വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ പയ്യോളി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂരാട് പാലം കഴിഞ്ഞിട്ടാണ്. മൂരാട് പുഴയാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ മൂരാട് ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഗാട് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ വടകര കഴിഞ്ഞാൽ പിന്നെ പയ്യോളി വരെയുള്ള ദേശീയപാതയിൽ കാര്യമായ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇപ്പോൾ നിലവിലില്ല. കാരണം പ്രധാനമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഒന്ന് മൂരാട് പാലമായിരുന്നു. മൂരാട് പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓയിൽ മില്ല് ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്ക് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഓയിൽ മില്ല് ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ വർക്കും കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ഇരിങ്ങൽ ഭാഗം, അതേപോലെ തന്നെ പയ്യോളി, ഇരിങ്ങൽ പയ്യോളി ഭാഗങ്ങളിലൊക്കെ വർക്ക് ഏതാണ്ടൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങൂൽ പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് നീക്കി താഴ്ത്താൻ ഉദ്ദേശിച്ചൊരു പ്രദേശമായിരുന്നു. പാറയായതുകൊണ്ട് മാങ്ങൂൽ പാറയുടെ അവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അധികം എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയിലുണ്ടായിരുന്ന ആ ഒരു ചെങ്കുത്തായ കയറ്റം അത് ചെറിയ രീതിയിൽ കുറച്ചുകൊണ്ട് ദേശീയപാത അതേപോലെ നിലനിർത്തിക്കൊണ്ട് ടേണിങ്ങുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ 6 വരിപ്പാത നിർമ്മിച്ചത്. വാഗാട് നമ്മളെ വെങ്ങള റീച്ചിനകത്ത് വാഗാട് തന്നെയാണ് ഇപ്പോഴും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വർക്കുകൾ, അതായത് പൈലിംഗ് ഉൾപ്പെടെയുള്ള അതേപോലത്തെ പുതിയ അണ്ടർ പാസേജുകൾ, അതേപോലെ തന്നെ പുതിയ എലിവേറ്റഡ് ഹൈവേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ, പുതിയ വർക്കുകൾ മാത്രമേ വാഗാടിന് കൊടുക്കാതെ. ഇപ്പോൾ കരിമ്പനപ്പാലത്ത് ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വർക്കാണ് ഇപ്പോൾ പുതിയ കെല്ലർ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തത്. അതേപോലെ പുതിയ വർക്കുകൾ മാത്രമാണ് വാഗാടിൽ കൊടുക്കാതിരുന്നത്. മറ്റു വർക്കുകളൊക്കെ ഇപ്പോഴും വാഗാട് തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പയ്യോളി ഭാഗത്ത് ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പായിരുന്നു. ട്രാഫിക് ബ്ലോക്കും അതോടൊപ്പം തന്നെ മഴക്കാലത്ത് മഴവെള്ളക്കെട്ട് അങ്ങേയറ്റം പ്രയാസകരം ഉണ്ടാക്കിയൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരിങ്ങൽ ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. സർവീസ് റോഡിലെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ട്രാക്ക് മാർക്കിങ്ങും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ, മറ്റു വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത്. അതിനിടയിൽ നേരത്തെ ഇരിങ്ങൽ ഭാഗത്ത് മണ്ണുകളൊക്കെ കുറേ 6 വരി വർക്ക് കഴിഞ്ഞ പ്രദേശത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വർക്ക് കഴിഞ്ഞ ദേശീയപാതയിൽ ചെറിയ രീതിയിൽ നമ്മൾ എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണൊക്കെ നീക്കുമ്പോൾ ചെറിയ രീതിയിൽ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബാച്ച് വർക്കൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ഭാഗത്ത് ഏകദേശവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ലാബുകൾ, ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. ആ ഡ്രൈനേജിൻ്റെ പൊട്ടിക്കിടക്കുന്ന സ്ലാബുകൾ മാറ്റുക എന്നതും മറ്റൊരു പണിയാണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. പൈനിക്കാട് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ സ്ലാബുകളൊക്കെ പലയിടത്തും പൊട്ടിക്കിടക്കുന്നുണ്ട്. വലിയ അപകടമൊക്കെ സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടിയത് പലയിടത്തും കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. രാത്രിയിലൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ഇതേ രീതിയിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിൽ ഇതിനൊന്നും വാഹനങ്ങൾക്ക് ലൈറ്റ് കൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല. അപ്പം അത്തരത്തിലുള്ള സമയത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പൈനിക്കാട് അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു സ്ലാബ് പൊട്ടിക്കിടക്കുന്നുണ്ടോ. ഇതേ രീതിയിൽ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പലയിടത്തും പൊട്ടിക്കിടക്കുന്നുണ്ട്. നമ്മളെ ഇവിടെയുള്ള ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബുകളോട് പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വർക്ക് കൂടി വാഗാട് എത്രയും പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ മഴയാകുമ്പോഴത്തേക്കും ഉള്ളതിനേക്കാൾ, ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ, ട്രാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസുകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വീഡിയോസുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിനിടയിൽ അയനിക്കാട് ഭാഗത്ത് നല്ല രീതിയിൽ പരുന്തിൻ്റെ എന്താണെന്നറിയില്ല, ഇത്രയും പരുന്തുകൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കാണാത്ത അത്രയും പരുന്തുകൾ ഇനിയിപ്പോൾ കടലിനോട് ചേർന്നിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കൂടുതൽ മത്സ്യം കിട്ടുന്നത് കൊണ്ടാണെന്നറിയില്ല, എന്തായാലും ദേശീയപാതയിൽ ഒരുപാട് പരുന്തുകളുണ്ട്. അപ്പോൾ നമ്മൾ
നിലവിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് വേറൊരു ഡ്രോൺ ഉപയോഗിച്ചാണ് എയർത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു സുഹൃത്തിൻ്റെ താൽക്കാലികം നമ്മളെ മിനി 4 റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് താൽക്കാലികമായി കിട്ടുന്നത് വരെ നമ്മൾ വീഡിയോ ഇതിനകത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ സൗകര്യമൊക്കെ ഒത്തു വരുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇത്രയും കാലം വീഡിയോ എടുത്ത എയർക്രാഫ്റ്റ് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ കാരണം നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്, ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ള സംഗതി കാരണം ഇതിനകത്ത് വീഡിയോയുടെ എണ്ണം കുറയുമ്പോൾ എന്താണ് വീഡിയോ വരാത്തത് എന്നത് ആളുകൾ സ്വാഭാവികമായിട്ട് സംശയിക്കുക. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഒരു നെയിം ബോർഡ് വരുന്നുണ്ട്. അതായത് പയ്യോളിയുടെ തൊട്ട് മുന്നേ കുറച്ച് മുന്നേ അയനിക്കാട് ആ ഒരു പരിസര പ്രദേശം കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ പാലോളിപ്പാലം പ്രദേശത്ത് നെയിം ബോർഡ് വന്നല്ലോ. അപ്പോൾ ബാംഗ്ലൂർ, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അതേ രീതിയിലുള്ള ബോർഡ്, വലിയൊരു ബോർഡ് ഈ ഒരു പ്രദേശത്തും വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ വൺ സൈഡിലെ ട്രാക്ക് മാർക്കിങ് മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും വലിയൊരു ആശ്വാസമാണ്. ഈ ജൂൺ മാസത്തിൽ നമ്മൾ പയ്യോളി ഭാഗത്തൊക്കെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾക്ക് സർവീസ് റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വർക്കുകളാണ് കാര്യമായിട്ട് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. വാഗാട് 1 ഫാസ്റ്റാക്കിയിട്ടുണ്ട്. നേരത്തെ വർക്ക് ഡിലേ ആയത് കാരണം വാഗാടിന് ഫൈനിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വാഗാട് 1 വർക്ക് ഫാസ്റ്റാക്കിയത്. എന്തായാലും പയ്യോളിക്കാർക്ക് വലിയൊരു ആശ്വാസം വാഗാട് ഒടുവിൽ നൽകിയിരിക്കുന്നു. നമ്മളീ പുതിയ 6 വരിയിലൂടെ ഇപ്പം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ. അതായത് നമ്മളെ പയ്യോളിയിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കയറി വരുന്നൊരു കാഴ്ചയാണ്. അതിലെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടില്ല, എന്നാലും ചില ആളുകൾ അതിലെ കയറി വരുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഇതിൽ ആക്സസ് കൊടുത്തിട്ടില്ല. ഡൈവേർഷൻ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ പയ്യോളി ഭാഗത്തുള്ള വർക്ക് 6 വരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു എന്ന് പറയാം. ഇനി നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും അതേപോലെ തന്നെ വൺ സൈഡിലെ ട്രാക്ക് മാർക്കിങ്ങും അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഫ്ലൈ ഓവർ, അതായത് പയ്യോളി ടൗണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു 2 പില്ലറിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തൊരു ചെറിയ രീതിയിലെ താറിങ്ങിൻ്റെ ഭാഗം നടക്കാനുണ്ട്. അത് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലത്ത് ഇതേ വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു വിശാല മനസ്കത വാഗാട് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ NHI അതിനുള്ള സംവിധാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇനിയും പയ്യോളിക്കാർക്കല്ല പൊതുവെ നമ്മുടെ പയ്യോളിയുടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇനിയും ക്ഷമ ഇനിയും നശിച്ചു അങ്ങേയറ്റാണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞു കേട്ടോ. പയ്യോളി ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു. അതിൻ്റെ ട്രാക്ക് മാർക്ക് കാര്യങ്ങൾ മാത്രമാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് അടുത്ത നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദേശീയപാതയുടെ ഇരു സൈഡിലും ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുമ്പോൾ അത് നല്ല സംവിധാനമുള്ള AC ബസ് സ്റ്റോപ്പുകളൊക്കെ സ്ഥാപിക്കുന്നതിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അത് കേരളത്തിന് പിന്നെ അതെവിടെയും അങ്ങനെ ബസ് സ്റ്റോപ്പുകൾ AC ഉള്ള ബസ് സ്റ്റോപ്പുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളെ മുന്നിട്ടു. കേരളത്തിന് പുറത്ത് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ ഈ രീതിയിൽ AC ഉള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് സോളാറൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ സോളാർ കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും 1000, 1500, 2000, 5000 കോടിയൊക്കെ ദേശീയപാതയ്ക്ക് വണ്ടി ചിലവഴിക്കുമ്പോൾ ബസ് സ്റ്റോപ്പുകൾ 1.5 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് AC ഉള്ള ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുക എന്നാണ് ഞാൻ വലിയ പ്രയാസമുള്ള സംഗതി എന്നല്ല. കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അത്തരം കാഴ്ചപ്പാടുകളോട് സത്യത്തിൽ നമ്മുടെ ദേശീയപാത അതോറിറ്റി മറ്റുള്ള ആളുകളൊക്കെ ചിന്തിക്കണം. കാരണം പഴയ പോലെയല്ല. ദേശീയപാതയിൽ നേരത്തെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 6 വരിയിൽ 12 മണിക്കും 1 മണിക്കൊക്കെ നട്ടിച്ചൊക്കെ ഒരു 10 മിനിറ്റ് പോലും ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റാത്ത അധികം നമ്മുടെ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് തരിക. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഡ്രോണിനകത്തുള്ള വീഡിയോസാണ് ചെയ്തത്. അടുത്ത ഡ്രോൺ വേറെ സെറ്റ് ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.